സന്ദീപ് വാര്യർ വർഗീയതയുടെ കാണകൂട വിഷം എന്ന് വീണ്ടും മന്ത്രി എം പി രാജേഷ്. ശാഖയ്ക്ക് കാവൽ നിന്ന കെ സുധാകരൻ ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ വിഷയമെന്ന് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചതിൽ തെറ്റില്ലെന്നും എം പി രാജേഷ് 24-നോട്. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് മണിക്കൂറിലേക്ക് എത്തുകയാണ്. എം പി രാജേഷാണ് നമ്മോടൊപ്പം ഉള്ള CPIM നേതാവും മന്ത്രിയും ഒക്കെയായ. അവസാനം ഇന്നലെ കെ സുധാകരൻ്റെ ഒരു പരാമർശം ഏറ്റവും കൂടുതൽ നമ്മളെ ഒക്കെ ഞെട്ടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജാംബവാന്റെ കാലത്തെ കാര്യം ചോദിക്കരുത്, പറഞ്ഞത് ബാബറി മസ്ജിദിനെ കുറിച്ചാണ്. എന്താണ് ഈ വിഷയത്തിലൊരു നിലപാട്? ആ നിലപാടുള്ള സുധാകരന് ബാബറി മസ്ജിദ് പൊളിച്ചതിൽ ഇപ്പോഴും ആവേശം കൊള്ളുന്ന, ഹരം കൊള്ളുന്ന സന്ദീപ് വാര്യരെ പോലുള്ളവരെ സ്വീകരിക്കാൻ കഴിയുന്നതിൽ അത്ഭുതമില്ലല്ലോ. ഇതാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷതയോടുള്ള ആത്മാർത്ഥതയില്ലാത്ത കപടമായ നിലപാട്. ഇവരുടെ എല്ലാം വ്യാജമാണ്. വോട്ട് വ്യാജം, ID കാർഡ് വ്യാജം, മതനിരപേക്ഷതയോടും ന്യൂനപക്ഷത്തോടുമുള്ള സ്നേഹവും വ്യാജം എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 92-ലാണല്ലോ ബാബറി മസ്ജിദ് തകർക്കുന്നത്. 92-ലാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് കാലത്താണെന്ന് അദ്ദേഹം പറയും. ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതും സുധാകരന് പ്രശ്നമല്ലല്ലോ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ എടുത്തിട്ടുള്ളത്, കോൺഗ്രസിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ജാംബവാന് മുമ്പുള്ള കാലത്താണ് എന്ന് പറയേണ്ടി വരുമല്ലോ സുധാകരന്റെ യുക്തി അനുസരിച്ചാണെങ്കിൽ. എത്ര ഇന്ത്യയിലെ കോടിക്കണക്കിന് മതനിരപേക്ഷ വിശ്വാസികളുടെ, ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല മതനിരപേക്ഷ വിശ്വാസികളുടെ ഹൃദയത്തെ തകർത്ത്, അല്ലെങ്കിൽ അവർക്ക് ഹൃദയഭേദകമായിട്ടുള്ള ഒന്നായിരുന്നില്ലേ ബാബറി മസ്ജിദ് തകർത്തത്? അതിനെ ഇത്ര നിസ്സാരവൽക്കരിക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? വേറൊരു ചോദ്യം അപ്പുറം ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ ലീഗ് അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത് തങ്ങളെ മുഖ്യമന്ത്രി വല്ലാത്ത തോതിൽ അപമാനിച്ചു എന്നാണ്. പാണക്കാട്ട് തങ്ങളെ. അത് ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ലേ? തങ്ങളെപ്പോലെ ഒരു ആത്മീയ നേതാവ് കൂടിയല്ലേ അദ്ദേഹം? രാഷ്ട്രീയ നേതാവ് മാത്രമല്ലല്ലോ. തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനെയും വിമർശിക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ മാത്രം വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്ത് പ്രിവിലേജാണ് പ്രത്യേകമായിട്ടുള്ളത്? പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ. അതിലില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ വിമർശിക്കുമ്പോഴുള്ളത്? പിന്നെ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? എന്തെങ്കിലും അധിക്ഷേപകരമായൊരു വാക്ക് പറഞ്ഞോ? എന്നാ അവർ പറയട്ടെ, ഏതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ അധിക്ഷേപകരം? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് അധിക്ഷേപകരമാണോ? തീർച്ചയായും എം പി രാജേഷ് നിലപാട് തുറന്നു പറയുകയായിരുന്നു. അനൂപി നായർക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.